പഴയ കാലം പോലെയല്ല. ഇന്ന് പരസ്പരം അവർ കണക്ട് ചെയ്യാനും അവർ തമ്മിൽ ബന്ധപ്പെടാനും ഈ കാണുന്ന സാധനം കയ്യിൽ കൂടെ ഉണ്ട്. എന്തിനു വകുപ്പുണ്ട്. വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ശ്രദ്ധിക്കണം. ഞാനിത് വെറുതെ പറയല്ല. പിന്നെ പറയാണ്, ഇപ്പൊ അടുത്തൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 4 കുട്ടികളും ഭാര്യ ഉമ്മയാണ് എൻ്റെ ഭാര്യ, ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ ചെയ്യാ? പോയില്ലേ എന്ന് വിളിച്ചു പറഞ്ഞതാ. സത്യം പറയാണ്, ഞാൻ ഇല്ലാത്തത് പറയല്ല, സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ട് ചോദിച്ചു, ആരെ കൂടെയാ പോയതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കൂടെ ജോലി ചെയ്യുന്ന ചെക്കൻ്റെ കൂടെ പോയതാന്ന്. അത് ശരി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങളെ ഭാര്യനെ ജോലിക്ക് പറഞ്ഞയച്ചിരുന്നോ? അതെ, പറഞ്ഞയച്ചിരുന്നു. എവിടെയാ? ഒരു തുണിക്കടയിൽ. എന്നാ പിന്നെ എന്ത് പറയാനാ? ജോലിക്ക് പോകരുതെന്നല്ല, ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല, ഒരു ഭർത്താവ് ഭാര്യനെ ജോലിക്ക് പറഞ്ഞയക്കരുത് എന്ന് ഒറ്റടിക്ക് വേണ്ടാന്ന് അധിക്ഷേപിക്കുകയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഒരു ഉമ്മയും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒരു സഹോദരിയും ഞങ്ങൾ അതിനെതിരാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് പറഞ്ഞേക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണ്ടേ, ആലോചിക്കണ്ടേ? അതിന് എൻ്റെ ഭാര്യയ്ക്ക് അത് സേഫാണോ എന്ന് ചിന്തിക്കണ്ടേ? ഇപ്പൊ നോക്കുമ്പോ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറയണം. അപ്പൊ എന്താ സാധനം? ഈ മൊബൈലിലങ്ങ് എപ്പോഴും ബന്ധാണ്, ഒളിച്ചോട്ടം. അതിനൊക്കെ പിന്തുണയാണ് ഈ മൊബൈൽ. വിപത്താണത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയാണ്, ഉപ്പമാരോട് പറയാണ്, രക്ഷിതാക്കളെ നന്നായി ആലോചിക്കണം. നമുക്കിപ്പോ കൂടുതലൊന്നും മൊബൈലിനെ കുറിച്ച് അറിയില്ല. ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ അവരിപ്പോ കുറച്ചൊക്കെ മൊബൈൽ വേദ കേൾക്കുന്നു, കുറച്ചൊക്കെ ദിക്റും ചൊല്ലുന്നു, തസ്ബീഹും ചൊല്ലുന്നു മൊബൈലിൽ നോക്കിയിട്ട് എന്നല്ലാതെ അവർക്കിപ്പോ കൂടുതൽ എന്താ അറിയാനാ? നാളെ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, ഇത് സത്യം പറയട്ടോ, വല്ലാഹി നുണയല്ല. ഒരു ഉപ്പ ഞങ്ങളെ പരിചയമുള്ള ഒരാൾ പറയാണ്, അദ്ദേഹം നമ്മളെ അപ്പുറം നിങ്ങൾ ഈ പുത്തൂറല്ല, കേക്കൻ പുത്തൂർ കർണാടക പുത്തൂർ, കേക്കൻ പുത്തൂർ നല്ല വരെ, ആ പുത്തൂർ ആ പരിസരത്തുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇത് നുണല്ല നിങ്ങൾക്ക് ഒരു ധാരണയിൽ വരാൻ വേണ്ടിയിട്ടാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ആ പരിസരത്തുള്ള പുത്തൂർ എന്ന് പറഞ്ഞ വലിയ വിശാലല്ലേ, ആ ഭാഗത്ത് എവിടുത്തോ ഒരാള്, അത് ആരെന്നൊന്നും ഇന്ന് നോക്കണ്ട, അയാൾ പറയാ, ഉസ്താദേ എൻ്റെ ഓനും എല്ലാം എൻ്റെ മൊബൈൽ എടുക്കും. മൊബൈൽ എടുത്തിട്ട് ഈ മൊബൈലിന്റെ കവറുണ്ടല്ലോ, ബാക്കത്തെ കവറ്, ചിലപ്പോൾ അയാളെ വീട്ടിൽ മാത്രമായിരിക്കൂല ഇത്, ഞങ്ങളെ വീട്ടിലുണ്ടാവും. അപ്പൊ നമ്മളൊന്ന് ഉണരാൻ വേണ്ടിയിട്ടാ പറയണേ. അപ്പൊ അയാൾ പറയാണ്, അപ്പൊ ഈ മൊബൈൽ അങ്ങ് കൊണ്ടുപോയി മെല്ലെ എന്ത് ചെയ്യും, മൊബൈൽ എടുക്കും. മൊബൈലിന്റെ കവർ മാത്രം അവിടെ ഇങ്ങനെ മടക്കി തിരിച്ചിങ്ങനെ കിടത്തും. അതാ എന്താ ഇപ്പൊ മട്ടം, ഈ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒന്നുണ്ടല്ലോ. ഇത് അയാൾ പറഞ്ഞതാ. എന്നിട്ട് വയറ്, മറ്റേ ചാർജറിന്റെ ഇതുണ്ടല്ലോ വയറ്, അത് മെല്ലെ എടുത്തിട്ട് ഇതിലിങ്ങനെ അടിയിലിങ്ങനെ വെച്ചു. അപ്പോ ദൂരം ഞാനിപ്പോ ഇക്കൂടെ ഇങ്ങനെ പോകുമ്പോ ഞാൻ നോക്കുമ്പോ എനിക്ക് എന്താ മനസ്സിലാവുക, ഓ ഇത് മൊബൈൽ ചാർജ് വെച്ചിട്ടുണ്ട്, എന്റെ മൊബൈൽ ചാർജ്. സംഭവം അടിയിൽ മൊബൈൽ ഇല്ല, മൊബൈൽ കുട്ടി കൊണ്ടുപോയിക്കണേ. ഇതിപ്പോ നമ്മൾ വെറുതെ ചിരിക്കൊന്നും വേണ്ട, നമ്മളെ ഹനവാർ എങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളെ പുള്ളിമാര്, നമ്മളെ പുള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, പേരക്കുട്ടി, നമ്മളെ പേരക്കുട്ടി ഞങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങളെ പുള്ളോ, ഞങ്ങളെ മക്കോ, ഞങ്ങളെ കുട്ടികൾ, അവരൊക്കെ ഞങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ആ പറ്റിക്കൽ സെല്ലൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിഴക്കൻ പുത്തൂർന്ന് ആ ഭാഗത്തിൽ ഒരാൾക്കുണ്ടായ അനുഭവം പറയാണ്. അപ്പൊ സംഭവം അത്രക്കും എഡിറ്റായി പോയി എന്നാ പറഞ്ഞേ അല്ലെ. ഭക്ഷണം കൊടുക്കുമ്പോ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, പഴയ കാലത്ത് സ്ത്രീകൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറഞ്ഞിരുന്നറിയോ, ഇതാ ജോയ് ബന്ത് അല്ലെ പോലീസ് ബന്ത്. പാവാണ് ഐറ്റിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ പറയുമ്പോ പേടിക്കും, വേം തിന്നും. അല്ലെങ്കിൽ ജോയി എന്നാ പറയാ. നിങ്ങളിവിടെ എന്തോ വേറെന്തോ പറയും, ജോയി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞിരുന്നു ഒരു കാലത്ത്. അന്ന് ഇന്നാരും പറയുന്നില്ല, കാരണം ഇന്ന് കുട്ടികൾക്ക് ജോയും പേടിയല്ല. അന്ന് ഞങ്ങൾക്കൊക്കെ ജോയി പേടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറയും, എന്താ പറഞ്ഞ തിന്നില്ലെങ്കിൽ ഇപ്പൊ ജോയി ഉണ്ട്. അതാ ഞങ്ങളെ ബ്യാരി ഭാഷയിൽ അങ്ങനെ പറയാം, ബേ തിന്നാലും ഇപ്പൊ ജോയി ഉണ്ട്, അപ്പോഴേക്ക് കഴിക്കും. ഇന്ന് എന്ത് പറഞ്ഞിട്ടും തിന്നൂല. ജോയി അല്ല, ജോയിന്റെ അപ്പൂപ്പൻ വന്നാലും കുട്ടിക്ക് ഭക്ഷണം ഇറങ്ങണോ, ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു, റീൽസ് അങ്ങിട്ട് കൊടുത്തു. അത് 1 by 1 ഇങ്ങനെ വരികയല്ലേ, 1 by 1 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരികയാണ്, അടുത്തത് ഇങ്ങനെ വരിക, അടുത്ത ഇങ്ങനെ വരിക, അടുത്ത ഇങ്ങനെ വരികയാണ്.
അപ്പൊ കുട്ടി ഇങ്ങനെ അതിന്റെ ഒക്കെ വിപത്ത് എന്താണ്? ഇപ്പൊ ഓരോ ഡോക്ടർമാരുടെ അരികിലേക്ക് രോഗികളായ കുട്ടികളെ കൊണ്ടുപോകുന്ന രംഗം കണ്ടില്ലേ നിങ്ങള്? മാനസിക രോഗികളായിട്ടാ കൊണ്ടുപോകുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു, ഞാൻ വലിയ സങ്കടത്തോടെ പറയട്ടെ, ഒരു ചികിത്സ ചെയ്യണ ഒരു ഉസ്താദ്, പ്രാമാണികരായ ഒരു ഉസ്താദ്, ഞാൻ എല്ലാ ഉമ്മമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, എല്ലാ സഹോദരിമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഇത് നേരിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടത് കൊണ്ട് പറയാണ്. വല്ലാതെ ഇതങ്ങ് കൊടുത്തിട്ട് കുട്ടികളുടെ ഭാവി നന്നാക്കാൻ ആരും നോക്കണ്ട. അത് എന്ത് വിദ്യാഭ്യാസത്തിന്റെ പേരിലായാലും ശരി, മതവിദ്യാഭ്യാസമാകട്ടെ, എന്ത് വിദ്യാഭ്യാസമാകട്ടെ, ഭൗതിക വിദ്യാഭ്യാസമാകട്ടെ, വല്ലാതെ ഇതിന്റെ ബാക്കിൽ എങ്ങനെ, അത് വേണ്ടെന്നല്ല, ഇതില്ലാതെ തീരെ നടക്കൂല. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വെക്കുക. സ്കൂളത്തെ ഹോംവർക്ക് ഉണ്ടാകും, മദ്രസയിലെ ഹോംവർക്ക് ഉണ്ടാകും, ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ ഒരു നോട്ടം, രക്ഷിതാക്കളെ ഒരു നോട്ടം അവിടെ എപ്പോൾ ഉണ്ടാകണം. അത് കഴിഞ്ഞ അടുത്ത് വെക്കണം. ചിലപ്പോ കുട്ടികൾ എന്താക്കാന്നറിയോ, ഉമ്മ അടുക്കളയിലായിരിക്കും. ഈ സ്ത്രീകൾ എവിടെയൊന്ന് വേലേക്കണേ, ഇവിടെ ഉണ്ടോ, ഏത് ഭാഗത്ത്, അപ്പുറത്തുണ്ടല്ലേ. അപ്പോ ഉമ്മ ചിലപ്പോ അടുക്കളയിലായിരിക്കും. പക്ഷെ അടുക്കളയിലുള്ള ഉമ്മാന്റെ അടുത്ത് കുട്ടി പോയിട്ട് മൊബൈൽ വാങ്ങലടാ, വാങ്ങലേ, വാങ്ങും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്തിനാ ഇപ്പൊ മൊബൈലും ചോദിക്കും. അപ്പൊ പറയും, ഹോംവർക്ക് ഉണ്ട് മൊബൈലിൽ, അല്ലെങ്കിൽ നോട്ട്സ് പൂർത്തിയാക്കിയിട്ടില്ല സ്കൂളില്. അപ്പൊ കൂട്ടുകാർ നോട്ട്സ് ഇങ്ങനെ അയച്ചു തരാം, വാട്സപ്പിൽ അയക്കാൻ. ഇന്ന് നിങ്ങളൊന്ന് നോക്ക്, ഭാര്യന്റെ മൊബൈൽ അങ്ങ് എടുത്തു നോക്കിയാൽ കുട്ടിന്റെ ഫ്രണ്ടിന്റെ എത്ര ഫ്രണ്ട്സ്മാരെ ഉമ്മമാരെ നമ്പറാണ് അതിലുണ്ടാവുക. എന്താ കാരണം? ഒക്കെ നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്പേഴ്സാണ്, കോണ്ടാക്ട് നമ്പേഴ്സ്. എന്നിട്ട് ഇത് ചിലപ്പോൾ എഴുതാനായിരിക്കും, ചിലപ്പോൾ എഴുതാനല്ല, അതിന്റെ പേരിൽ കൊണ്ടുപോയതാണ്, കളി വേറെന്തോ ആണ്. അപ്പൊ ഈ ചികിത്സ നടത്തുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം പ്രാമാണികനായ ഒരാളാണ്. ഞാനിപ്പോ തൽക്കാലം പേര് പറയുന്നില്ല എന്നുള്ളൂ. ഞങ്ങളെല്ലാ മഹാന്മാരൊക്കെ അവരെ ആശ്രയിക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. അയാളെ കുറിച്ച് ഇന്ന് വരെ ഒരു തട്ടിപ്പ് വന്നിട്ടില്ല. ഇവിടെ ഒന്നുമല്ല. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുക, അതാരായിരിക്കും? നിങ്ങൾ എത്ര ചിന്തിച്ച് തലപുണ്ണാക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് വെറുതെ ചിന്തിച്ച് തലപുണ്ണാക്കണ്ട എന്നാ പറഞ്ഞേ. അപ്പൊ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ പരിസരത്തുള്ള ആളൊന്നുമല്ല, നേരിട്ട് പറഞ്ഞതാ. എന്താ? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു 24 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായ മോനെ, യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, മോനെ ഒരു ഉമ്മയും ഉപ്പയും കൊണ്ടുപോയി. എന്താണ് ആ മകന്റെ റിമാർക്ക്? എന്താണ് കുഴപ്പം? എന്താണ്? വീട്ടിൽ വെച്ച് ഈ മാതാപിതാക്കൾ ആ മകനിൽ നിന്ന് കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച നേരിട്ട് കണ്ടപ്പോൾ ടെൻഷനായി ഈ ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതാ. എന്താ ടെൻഷനായെന്നറിയോ? ഒരു ദിവസം വീട്ടിൽ ഉമ്മയും ഉപ്പയും ഡൈനിങ് ടേബിളിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ, ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് കുളിമുറിയിൽ വാഷ്റൂമിൽ പോയ 24 വയസ്സുള്ള ഇവരെ മകൻ, ആ മോന് വാഷ്റൂമിൽ നിന്ന്, കുളിമുറിയിൽ നിന്ന് തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു. എങ്ങനെ വരുന്നതെന്നറിയോ? വിവസ്ത്രനായി കൊണ്ടുവരികയാണ്. ഒരു നൂൽ ചെറുപോലുമില്ല, ഒരു നൂലുമില്ല ദേഹത്ത്, ഒക്കെ നഗ്നനായി വരികയാണ്. ഇത് കണ്ട ഉമ്മയും ബാപ്പയും അത്ഭുതപ്പെട്ടു പോയി. ജീവിതത്തിൽ 24 വയസ്സുകാരനായ ഈ മകനിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ആ ഉമ്മയോ ഉപ്പയോ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാണാ കാഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർ ഇന്ന് വരെ അങ്ങനെ ഒരു രംഗം കണ്ടിട്ടില്ല. ഇത് സത്യം പറയാണ്, നേരിട്ട് കേട്ടത് പറയാണ്. ഒരാൾ അനുഭവിച്ച, നേരിട്ട് കണ്ടത് പറഞ്ഞത്, കേട്ടത് പറയാണ്. വല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ ഭാര്യമാർ ഒന്നിച്ചിരിക്കുമ്പോ നിങ്ങളെ മോൻ, 24 വയസ്സുള്ള ഒരു മോന് കുളിച്ചിട്ട് വാഷ്റൂം ഒന്ന് പുറത്തേക്ക് വരുമ്പോ അവന്റെ തലയിൽ അത്രയും ബോധല്ലേ? ഉമ്മ അവിടെ ഉണ്ട്, ഉപ്പ അവിടെ ഉണ്ട്, വിവസ്ത്രനായിട്ട്, ഒന്നുമില്ല, ഒരു ഫത്തുവും കസറും ഇല്ല എന്ന് പറഞ്ഞാൽ, ഒരു അണ്ടർവെയറും ഇല്ല, ഒരു ബനിയാനും ഇല്ല. ഈ മുകളിൽ കാണുന്ന ഈ കുപ്പായം മാത്രമില്ല എന്നല്ല ഞാൻ പറയണത്, ഒന്നുമില്ല, വിവസ്ത്രനായി വരികയാണ്. അപ്പൊ ഇവർക്ക് ആകെ ടെൻഷനായി പോയി. എന്താണ് ഈ സംഭവം? ഇന്ന് വരെ ഇല്ലാത്തത്. കുട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ ഉസ്താദ് പറയാ, ഞാൻ അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഇവന്റെ മൊബൈൽ ഉപയോഗം വല്ലാതെ കൂടിയതുകൊണ്ട് ഇവന്റെ സമനില തെറ്റിയിരിക്കുകയാണ്, ഇവനക്ക് ബോധമല്ല. സംഭവം ഉണർവിൽ കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് മാത്രമല്ലാതെ ബോധമല്ല.
അതുകൊണ്ടാണ് ബോധമില്ലാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോ ഈ വീട്ടുകാർക്കൊരു അങ്ങനെ അത്രയും ഒരു ബോധമില്ലാതാവലെങ്ങനെ അവർക്ക് അത്ഭുതം തോന്നി. ഈ ഉസ്താദ് പറഞ്ഞ അത്ര ശരിയായിട്ടില്ല എന്ന് അവർക്ക് തോന്നുകയാണ്. ഇപ്പൊ ആരെങ്കിലും നമ്മളെ മക്കളെ കുറിച്ച് എത്ര മൊബൈൽ ഉപയോഗം കൂടിയാലും ആരെങ്കിലും ഞങ്ങളോട് നിങ്ങളെ മക്കളെ മൊബൈൽ ഉപയോഗം കൂടി എന്ന് പറഞ്ഞാൽ നമുക്കത് ആവുമോ? അത് നീ പറയണ്ട, ഞങ്ങൾ നോക്കിക്കോളാന്നാ പറയാ. അതങ്ങനെയാണ്. നമ്മളെ കുട്ടികളെ കുറവ് വേറൊരുത്തം വന്നിട്ട് ഉള്ളത് പറഞ്ഞാലും ഞങ്ങളെ മോൻ അങ്ങനെയൊന്നും അല്ല എന്നാ പറയാം. വേറെ ചിലരുണ്ട്, അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ സ്വഭാവം സ്വന്തം മക്കളെ കുറ്റം പറയില്ല, ആരാന്റെ മക്കളെ എപ്പം നോക്കിയാലും കുറ്റം പറയും. ഏതെങ്കിലും ഒരു കല്യാണ വീട്ടില് ഒരു പെൺകുട്ടി, ഞാൻ ഉമ്മമാരോട് പറയാം, നിങ്ങൾക്ക് ആ സൂക്കേട് കൂടുതലാ. നമ്മളെ മക്കൾ നല്ല ഹിജാബോട് കൂടെ വന്നിട്ടുണ്ടാവും, നമ്മൾ കല്യാണത്തിന് കൊണ്ടുപോകുമ്പോ നല്ല ഹിജാബോട് കൂടെ കൊണ്ടുപോകും. ചെറിയ മക്കള്, വേറെ ഏതോ ഒരു പെൺകുട്ടി ചിലപ്പോ തലയിൽ ഹിജാബില്ലാതെ ഇരിക്കും, എന്നാലും നമ്മളെല്ലായിടത്തും പറഞ്ഞെടുക്ക, ഓ ആയിഷന്റെ ഒരു മോള് കണ്ടില്ലേ കല്യാണ വീട്ടില് തലയിൽ തട്ടം പോലും ഇല്ലായിരുന്നു. നമ്മൾ ആരോടും പറഞ്ഞെടുക്കരുത്. കാരണം എന്താ, നമ്മുടെ കുട്ടികളെ തലയിൽ തട്ടുള്ളത് എപ്പ തലയിൽ തട്ട ഇല്ലാതായി പോകുന്നു പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പേരിൽ വേറെയുള്ളവരെ മക്കളെ നമ്മൾ ആക്ഷേപിക്കാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ ഓളെ ഉമ്മാനോടൊന്നും പറയാ, അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണേന്ന് പറയാ, അല്ലാതെ അതിന്റെ പേരിൽ മറ്റുള്ളവരോടൊന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വന്നത് അത് നിങ്ങൾ വിട്ടേക്ക്, അതിപ്പോ വിഷയമല്ല, അതവിടെ വിട്ടേക്ക്. അപ്പൊ ഇയാള് പറഞ്ഞു, ഈ ഉമ്മാനോട് ഉപ്പാനോട് പറഞ്ഞു, നിങ്ങൾക്കിത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടിയോട് ഈ ഉസ്താദ് ഉമ്മാനെ കാണിച്ചിട്ട് ചോദിക്കാണ്. അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞതാ, ഉമ്മാനെ കാണിച്ച് ചോദിച്ചാണ്, മോനെ ഇത് ആരടാന്ന് ചോദിച്ചു. നിന്റെ ആരടാ? ഉമ്മാനെ കാണിച്ചിട്ട്. മക്കൾക്ക് ചിലപ്പോ ബാപ്പാനെ മനസ്സിലായില്ലെങ്കിലും ഉമ്മാനെ മനസ്സിലാവും അല്ലേ? മക്കള് അങ്ങനെ 3 വട്ടം ഉമ്മ, 4മത്തതാണ് ബാപ്പ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം എന്താ, അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അങ്ങനെയാണ്. ഉമ്മയും പിന്നെ മോനും, ഉമ്മയും മക്കളും അറ്റാച്ച്മെന്റ് അങ്ങനെയാണ് അല്ലേ? അതുകൊണ്ട് മണത്തറിയും മക്കൾ ഉമ്മാനെ, മണത്തറിയും. ചിലത് കണ്ടില്ലേ, നമ്മള് കണ്ണിങ്ങനെ കെട്ടിയിട്ട് കുട്ടികളെ ഒന്ന് കളിപ്പിച്ചു നോക്ക്, കുറെ പെണ്ണുങ്ങളെ ഒന്ന് മുന്നിൽ നിർത്ത്. എന്നിട്ടും ചില കുട്ടികൾ അവരുടെ ശരിയായ ഉമ്മാനെ അവർ കണ്ടുപിടിക്കും, കാണാതെ കണ്ടുപിടിക്കും, മണത്തിട്ട് കണ്ടുപിടിക്കും. അതാണ് ഉമ്മ. എന്നാ ഇവനോട് ചോദിച്ചു ഈ ഉസ്താദ് ഉമ്മാനെ കാണിച്ചിട്ട്, ഇത് ആരടാ നിന്റെ എന്ന് ചോദിച്ചു. അവന്റെ മറുപടി അറിയണില്ല. ആലോചിച്ചു, ഓ ഇപ്പൊ വിവസ്ത്രനായി വന്നതിനേക്കാളും വലിയ അത്ഭുതമല്ലേ ഇപ്പത്? സ്വന്തം ഉമ്മാനെ 24 വയസ്സുള്ള പൊന്നുമോൻ, ആ മോനോട് ഈ ഉസ്താദ് ചോദിച്ചതാ ഉമ്മാനെ കാണിച്ചിട്ട് ഇത് ആരടാ നിന്റെ ചോദിച്ചപ്പോ പറയാണ് എനിക്കറിയില്ല. എന്തായിരിക്കും ആ ഉമ്മാന്റെ അവസ്ഥ ആ സമയത്ത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഉമ്മമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, എന്തായിരിക്കും ആ ഉമ്മാന്റെ അവസ്ഥ? പിന്നെ മേശപ്പുറത്തൊരു പേന ഉണ്ടായിരുന്നു. ഈ പേന കാണിച്ചിട്ട് ഈ ഉസ്താദ് ചോദിച്ചു ഈ ചെക്കനോട്, ഇതെന്താടാന്ന് ചോദിച്ചു. പേനനെ കാണിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ ഇവരെ കളിയാക്കിയതല്ല, സംഭവം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആ 24 വയസ്സുള്ള മകനെ അതിന്റെ പേരിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനെ തുടർന്നാണ് ഇതിങ്ങനെ സംഭവിച്ചത്? മൊബൈലിന്റെ അമിതമായ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം. നന്നായി ശ്രദ്ധിക്കണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ അല്ലാഹു തആല പറഞ്ഞത്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത് വത്തബഉസ് ശഹവാത്ത്. നല്ലവരുടെ കാലം കഴിഞ്ഞാൽ നല്ലവരെല്ലാം കഴിഞ്ഞുപോയി. ആ മഹാന്മാരുടെ കാലം കഴിഞ്ഞാൽ മഹാന്മാരെങ്ങനെയായിരുന്നു? ഖറൂ സുജ്ജദം വബുകിയാ. പടച്ച റബ്ബിന്റെ ആയത്തുകൾ അവരോട് അതേ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരതാ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു, കരയാറുണ്ടായിരുന്നു. ആ നല്ലവരുടെ കാലങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് അതാ പ്രത്യക്ഷപ്പെടുന്ന സമൂഹമോ അവർ നിസ്കാരം പാഴാക്കുന്നു. കണ്ടു കാണുന്ന വികാരങ്ങളെ അനുഗമിക്കുന്നു.
ഒരു ഭാഗത്ത് ലഹരിയാകുന്ന വികാരം അതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്ന് സോഷ്യൽ മീഡിയ ആകുന്ന വികാരം, മൊബൈലാകുന്ന വികാരം അതിന്റെ പിന്നിൽ അനുഗമിക്കുന്നു. അത്തരക്കാരെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത്? അള്ളയല്ലേ ഇത് പറയുന്നത്? വെറുതെ ആകൂലല്ലോ. റബ്ബ് പറഞ്ഞത് നുണയാകൂലല്ലോ. അല്ല പറഞ്ഞത് കള്ളമാകൂലല്ലോ. എന്നിട്ട് അല്ല പറയാണ് ഫസൗഫ യൽഖൗന ഗയ്യാ. അത്തരക്കാര് പിന്നീട് നേരിട്ട് കാണുന്നു. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഫസൗഫ യൽഖൗന ഗയ്യാ. പിൽക്കാലത്ത് പിന്നീട് അവർ നേരിട്ട് കാണുന്നു. അവർ നേരിട്ട് കാണുന്നു. എന്തിനെയാണ് കാണുന്നത്? ഗയ്യാ. അതിന് മഹാന്മാര് നൽകിയ വ്യാഖ്യാനമാണ് ഐ ഷർറാ. ഷർറുകളാകുന്ന മുഴുവൻ ഷർറിനെയും അവർ പിന്നീട് നേരിട്ട് കാണുന്നു. ഉപ്പാനോട് ഇപ്പൊ മോളെ കുറിച്ച് അവളുടെ മൊബൈൽ ഉപയോഗം വല്ലാതെ കൂടുന്നുണ്ട് എന്ന് പറയുമ്പോ, ഉമ്മാനോട് പറയുമ്പോ അവർക്ക് ഇപ്പത് മനസ്സിലാകൂല. പിന്നീട് ഒരു ദിവസം ഈ മൊബൈൽ ഉപയോഗം വല്ലാതെ അങ്ങ് കൂടിയപ്പോ അവളതാ കണ്ടു കാണുന്ന ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അതാ ഖുർആൻ പറഞ്ഞത് ഫസൗഫ യൽഖൗന ഗയ്യാ. അന്ന് ബാപ്പ നേരിട്ട് അതിന്റെ ദുരന്തം കണ്ണുകൊണ്ട് കാണുന്നു. അന്ന് നേരിട്ട് ഉമ്മ അതിന്റെ ദുരന്തം കണ്ണുകൊണ്ട് കാണുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ അല്ലാഹു തആല പറഞ്ഞതാണല്ലോ. എല്ലാറ്റിനും ആദാബുകൾ ഉള്ളതുപോലെ മൊബൈലിനും ചില ആദാബുകളുണ്ട്. ആ ആദാബുകൾ സോഷ്യൽ മീഡിയയോട് പാലിക്കണം. ആ ആദാബുകൾ അതേ മൊബൈലിനോട് പാലിക്കണം. മൊബൈൽ ഉപയോഗിക്കുന്നത് തെറ്റ് എന്നല്ല പറഞ്ഞത്, പക്ഷെ അതിനൊക്കെ ഓരോ ആദാബുകളുണ്ട്. ആ ആദാബുകൾ ഇങ്ങനെ പാലിക്കണോ? അല്ല ഉസ്താദേ, മൊബൈലിനോടും ആദാബോ? ആദാബുൽ ഖലാ അല്ലേ? ഖലായിൽ പോയി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അദബുകളുണ്ട്. എന്നാൽ മൊബൈലിനോടും അദബുകളുണ്ട്, അതിൻ്റെതായ അദബ്. എന്താണ് അദബ്? ഒരുപാട് അദബുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഒന്ന് സലാം പറഞ്ഞ് സംസാരിക്കുക. നമ്മളിപ്പോൾ മനുഷ്യന്മാർ അങ്ങനെയാണ്, ഡയറക്റ്റ് സംസാരിക്കണേക്കാളും ഒന്ന് സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കുക. അപ്പൊ അങ്ങനെയാണ് അത്. അതിൻ്റെ ഒരു അദബുകളിൽ ഇങ്ങനെ പിന്നെ നമുക്ക് കൊണ്ടുപോകാം. സലാം വളരെ പ്രധാനമാണ്. പിന്നെ മറ്റൊന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ചില ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. ഒരു പണിയില്ലാത്ത മനുഷ്യൻ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല കേട്ടോ, ഒരു പണിയില്ലാത്തവരാരുമില്ല. എന്തായാലും ഒരു പണി ഉണ്ടാവും. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, ഫോൺ വിളിച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ? ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. എന്തല്ലേ, സുഖന്നല്ലേ? ആ സുഖന്നെ. എന്നെ മനസ്സിലായ? വിളിച്ചോൻ ചോദിക്കുകയാണ് വിളിക്കപ്പെട്ടവനോട്. ഇല്ല മനസ്സിലായില്ല. ഇല്ല മനസ്സിലായില്ലേ? അപ്പൊ ഈ വിളിക്കപ്പെട്ടവന് പിരാന്ത് തുടങ്ങിയവിടെ. ഇല്ല, അങ്ങനെ ചില സ്വഭാവമുണ്ട് ചില ആളുകൾക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്നിട്ടിങ്ങനെ ഈ വിളിച്ച ഓനല്ല അങ്ങോട്ട് പറയണ്ടേ, ഞാൻ ഇന്ന വിഷയത്തിന് വിളിച്ചേ. എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ നേരം മറ്റേ ചങ്ങായി ചിലപ്പോൾ ഭാര്യ ലേബർ തിയേറ്ററിലായിരിക്കും. ആര്? ഈ വിളിക്കപ്പെട്ട നിങ്ങൾ ആർക്കാണോ വിളിച്ചത് ആ മനുഷ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയതാണ്. അയാൾ ഇങ്ങനെ പുറത്തിങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുട്ടിന്റെ തല താഴോട്ട് വരുന്നേ ഇല്ല. ഇത് കാൽ പിടിച്ചിട്ട് വലിക്കുന്നല്ലേ? കാൽ പിടിച്ച് വലിക്കുന്ന നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയതാ? എന്ത് മനുഷ്യന്മാർ! നിങ്ങൾ ഈ വിശ്വാസം വെച്ചിട്ട് പുറക്ക് പോയാണ്ടല്ല ഭയങ്കര ബുദ്ധിമുട്ടാവും. കാല് പിടിച്ചിട്ടൊന്നുമില്ല, തല ഇങ്ങനെ വരികയാണ്. അപ്പോ ഈ മനുഷ്യനോട് ഡോക്ടർ വന്നിട്ട് പറയാണ് പിന്നെ തല ഇപ്പോഴും താഴോട്ട് ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താക്കേണ്ടി വരും, ഓപ്പറേഷൻ. ഇപ്പോൾ സൈനിട്ട് കൊടുക്കുകയാണ് ഭാര്യനെ സിസേറിയൻ ചെയ്യാൻ, ഓപ്പറേഷൻ ചെയ്യാൻ. അതിന്റെ വലിയ ഹമ്മിലാണ് ഈ മനുഷ്യനുള്ളത്. അപ്പോഴാണ് ഇച്ചങ്ങതിന്റെ കോള് വിളിച്ചിട്ട് അർജന്റ് കോൾ എടുത്തിട്ട് പിന്നെ എന്തൊക്കെ സുഖന്നെയാ? സുഖന്നെ. എന്നെ മനസ്സിലായ? ഇല്ല മനസ്സിലായിട്ടില്ല. അല്ല മനസ്സിലായില്ലേ? അതാ അവൻ എന്തോ ഒരു ടെൻഷൻ പിടിച്ച നേരത്താണ്. അവനക്കിപ്പോ അതിനേക്കാളും വലിയ ടെൻഷൻ ഇതായിപ്പോയി. അപ്പണിക്കൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾ ഈ ആർക്കാണോ വിളിച്ചത്
ആ വിളിച്ചവൻ ഏത് അവസ്ഥയിലാണെന്ന് ആർക്കറിയാം? അതുകൊണ്ട് വിളിച്ചിട്ട് പറയന്നെ. ഒന്നിരിക്കലോ നല്ല ബന്ധമുള്ളവരാണെങ്കിൽ ആ വിളിക്കപ്പെട്ട ആൾക്ക് നിങ്ങൾ ആരാണെന്ന് അറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയാ ഞാൻ ഇന്നയാളാണ് എന്ന് പറയാ. അതതിന്റെ ആദാബാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹാദാ, ആരായെന്ന് ചോദിച്ചു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാന്ന്, ഞാനാണ്. തങ്ങൾ അവിടെ വേറെ ഒന്നും നിന്നില്ല. അനാന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഒറ്റ പോക്കാണ്. ഞാനെന്ന് പറഞ്ഞ് തങ്ങൾ അങ്ങ് ഒറ്റ പോക്ക്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു മനസ്സിലായി അങ്ങനെ ഒരു മറുപടി ശരിയല്ല. ഇത് ഞാൻ അഡ്രസ് പറയണം. ആര് പറയണോ? ഈ വന്ന ആള് പറയണം, വിളിച്ച ആള് പറയണം. പിന്നെ മനസ്സിലായോ, ഗൊത്തായിത്ത സമജ് ഗയ, അങ്ങനെ ഒന്നും ചോദിക്കാൻ അവിടെ നിൽക്കണ്ട. മറ്റേ ആള് ഏതോ ഹാലിലാണ് എന്ത് പറയാൻ പറ്റും? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ ഇതിലേക്ക് കിടക്കണില്ല. അതിനെല്ലാം ഓരോ വിഷയമുണ്ട്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ എന്തും പ്രചരിപ്പിക്കാൻ പറ്റും. വരുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. എന്ത് വിപത്തും പ്രചരിപ്പിക്കാൻ പറ്റും, എന്തും പ്രചരിപ്പിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കലും തെറ്റായത് പ്രചരിപ്പിക്കുന്നവരാകരുത്. തെറ്റായത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരാകരുത്. അനാവശ്യമായത് പ്രചരിപ്പിക്കുന്നവരാകരുത്. ഒരു തെറ്റ് നടന്നാൽ പോലും ആ തെറ്റ് പരസ്യപ്പെടുത്തുന്നവരാകരുത്. ഒരിക്കലും അത്തരത്തിലുള്ള താഴ്ന്ന പണിക്ക് മുതിരരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതെ, മറ്റുള്ളവരുടെ കുറവുകൾ, ചില ആളുകൾ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പുറത്തുള്ളവനെ എങ്ങനെയെങ്കിലും ഒന്ന് വഷളാക്കണം, ഇപ്പുറത്തുള്ളവനെ വഷളാക്കണം. ചോദിക്കട്ടെ, തെറ്റ് ആരിൽ നിന്നും എന്തും സംഭവിക്കാം. മനുഷ്യൻ മലക്കല്ല, മനുഷ്യർ എല്ലാവരും അമ്പിയാക്കളല്ല, മനുഷ്യരെല്ലാവരും മുർസലീങ്ങളല്ല. എന്നാൽ ഒരു മനുഷ്യനിൽ നിന്നൊരു തെറ്റ് വന്നാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഒരിക്കലും അതൊരു മുസ്ലിമായ മനുഷ്യൻ യോജിച്ചതല്ല. ആ മുസ്ലിമായ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അവനതാ അതെല്ലാം അവിടെ മറച്ചു വെക്കണം, അത് പരസ്യപ്പെടുത്തരുത്. ഇരിക്കട്ടെ, അതുപോലെ തന്നെ മറ്റൊരുത്തന്റെ മൊബൈല്, ആ മൊബൈലിലേക്ക് ഒരിക്കലും പിന്നൊരുത്തൻ കണ്ണോടിച്ചു നോക്കരുത്. ഭാര്യന്റെ മൊബൈല് ഭർത്താവ് നോക്കാൻ പാടില്ല എന്നല്ല, ഭർത്താവിന്റെ മൊബൈല് ഭാര്യ നോക്കാൻ പാടില്ല എന്നല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റിയ കോലത്തിലായിരിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റിയ കോലത്തിലായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ സംശയിച്ചു പോകും, ഭർത്താവും അതുപോലെ ഭാര്യയെ സംശയിച്ചു പോകും. ഭർത്താവ് ഭാര്യനോട് ഭാര്യന്റെ മൊബൈലിന്റെ പാസ്വേഡ് ചോദിച്ചു. ഭർത്താവ് ഭാര്യയോട് പോയിട്ട്, ഇപ്പൊ രണ്ടാൾക്കും പാസ്വേഡ് ഉണ്ടാവും അല്ലെ? പെങ്ങളെ മൊബൈലിക്കും പാസ്വേഡ് ഇല്ലേ? അല്ല പിന്നെ പാസ്വേഡ് സൈസ് പാസ്വേഡാണ്. ഭാര്യമാരുടെ മൊബൈലിക്കും പാസ്വേഡ് ഉണ്ട്. അപ്പൊ ഭർത്താവ് മെല്ലെ പോയിട്ട് ഭാര്യനോട് മെല്ലെ ചോദിക്കും, എന്താ പാസ്വേഡ്? അപ്പൊ തന്നെ ഭാര്യ പാസ്വേഡ് പറഞ്ഞു തരും. ഏത് നല്ല ക്ലിയർ ഉള്ള ഭാര്യയാണെങ്കിൽ, ഉള്ളും പുറവും ഒരുപോലെ ക്ലിയർ ഉള്ള ഭാര്യയാണെങ്കിൽ പാസ്വേഡ് ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കും. എന്തിനാ പേടി? പുറമൊന്നുമില്ലല്ലോ ഇതിൽ. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഭാര്യ ചോദിക്കും, എന്താ? അപ്പൊ തന്നെ ഭാര്യക്ക് മനസ്സിലായി ഭർത്താവിന് എന്തോ സംശയമുണ്ട്. അപ്പൊ തന്നെ ചോദിക്കും ഭാര്യ, നിങ്ങളെ മൊബൈലിന്റെ പാസ്വേഡ് ഞാൻ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരണോ? അതങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കോലത്തിലാവണം. അപ്പൊ നല്ല ക്ലിയർ ആണോ? ഒരു തെറ്റുമില്ലേ? ഉള്ളും പുറവും ഒരുപോലെയാണോ? ധൈര്യത്തോടെ പറഞ്ഞു കൊടുക്കാലോ മൊബൈൽ പാസ്വേഡ്. എന്നാ ഞാൻ പറയട്ടെ, എന്നാൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെ എപ്പോഴും നോക്കാമെന്നല്ല. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, പിന്നൊരുത്തന്റെ മൊബൈൽ വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കാണ്. പിന്നൊരുത്തന്റെ മൊബൈൽ ഇങ്ങനെ വാങ്ങിയിട്ട് ആകെ ഓന്റെ സ്വഭാവം തന്നെ എന്താ? കൂടെ അടുത്തിരുന്നാൽ അപ്പുറത്തുള്ളയാളെ മൊബൈൽ മെല്ലെ വാങ്ങും, മെല്ലെ വാങ്ങിയിട്ട് പാസ്വേഡ് ചോദിക്കും. എന്നിട്ട് ആ മൊബൈലിലേക്ക് ഇങ്ങനെ കണ്ണോടിക്കും. പറ്റൂല. ആ മൊബൈലിൽ ചിലപ്പോൾ അവന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടാകും, പെൺമക്കളെ ഫോട്ടോ ഉണ്ടാകും, ഉമ്മാന്റെ ഫോട്ടോ ഉണ്ടാകും,
അതൊക്കെ നിനക്ക് നോക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് നീ മെല്ലെ അവന്റെ സ്വകാര്യതയിലേക്ക് കണ്ണോടിക്കലാണത്. അതുകൊണ്ട് മറ്റൊരുത്തന്റെ മൊബൈലിലേക്ക് നീ അങ്ങ് നോക്കരുത്, അവന്റെ സ്വകാര്യതയിലേക്ക് കണ്ണോടിക്കലാണ്. അതെ, അത് ഒരു മുസ്ലിമായ മനുഷ്യന് യോജിച്ചതല്ല. എന്തിനേരെ പറയണം, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതില്ലേ? മറ്റൊരുത്തൻ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ സമ്മതമില്ലാതെ പോലും ആ കോള് ലൗഡ് സ്പീക്കറിൽ വെക്കുന്നത് പോലും ഞങ്ങളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? കാരണം എന്താണ്? ആ വിളിച്ചയാള് ചിലപ്പോൾ വിഷയം നിന്നെ അറിയിക്കാൻ മാത്രം വിളിച്ചതായിരിക്കും. അയാൾക്കറിയില്ല ഇച്ചങ്ങാതി ലൗഡ് സ്പീക്കർ വെച്ചു എന്ന്. പക്ഷെ ഇച്ചങ്ങാതി ലൗഡ് സ്പീക്കർ വെച്ചിട്ട് നീ വിളിച്ച സംസാരങ്ങളൊക്കെ മറ്റുള്ളവരെ കേൾപ്പിച്ചു. അത് വിളിച്ച അയാൾക്ക് സമ്മതമില്ല, പൊരുത്തമില്ല. അയാൾക്ക് സമ്മതമില്ലാത്ത, പൊരുത്തമില്ലാത്ത ഒരു കാര്യം നീ അങ്ങ് ചെയ്യുമ്പോൾ റബ്ബ് പൊറുക്കൂല. ഇതുപോലെ തന്നെ അയച്ചു കൊടുത്ത ഒരു മെസ്സേജ്, ആരോ ഒരാൾ അയച്ചു തന്ന ഒരു മെസ്സേജ്, അത് ചിലപ്പോൾ നീ മാത്രം കേൾക്കാൻ അയച്ചു തന്ന മെസ്സേജ് ആയിരിക്കും. ആ വോയിസ് മെസ്സേജ് അയച്ചു തന്ന അയാളുടെ സമ്മതമില്ലാതെ, പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തുകൂടാ. അയച്ചു കൊടുത്താ ബുദ്ധിമുട്ടില്ല എന്ന് നിനക്കറിയുമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അയാൾ നിങ്ങൾക്ക് മാത്രമാണോ അയച്ചത്? അത് നിങ്ങൾക്ക് മാത്രം കേൾക്കാനുള്ളതാണോ? മറ്റുള്ളവർ കേൾക്കാൻ പാടില്ലാത്തതാണോ? എന്നാൽ ആ വോയിസ് മെസ്സേജ് ആ അയച്ച അയാളെ സമ്മതമില്ലാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുകൂടാ. കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയകളുടെ വിപത്തുകളായി പിന്നീട് പരിണമിക്കുകയാണ്. നമ്മളതെല്ലാം ഒന്ന് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വെറുതെയല്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ജനങ്ങളെ വിളിച്ചിട്ട് ഖുർആൻ പറഞ്ഞില്ലേ? സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താണല്ലോ അത്. ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. ആരെങ്കിലും എന്തെങ്കിലും ഒരു തോന്നിവാസം അയച്ചു തന്നപ്പോഴേക്ക് സുബ്ഹാന ജല്ല ജലാലുഹു, എന്തെല്ലാം സ്റ്റിക്കറുകളാണ്, എന്തെല്ലാം തെറ്റുകളാ ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് പള്ളിയിൽ കയറുമ്പോഴും ആ മൊബൈൽ ഒന്ന് സൈലന്റ് ചെയ്യാൻ പോലുമുള്ള ബോധമില്ലാതെ ആയിപ്പോയി. എത്ര സ്റ്റിക്കറുകളാണ്, എഴുത്തുകളാണ് പള്ളിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. പള്ളിന്റെ പുറത്ത് വേറെ, പള്ളിന്റെ അകത്ത് വേറെ. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കുന്നതിന്റെ നേരെ മുന്നിൽ ഇവൻ കൈകെട്ടിയ ഉടനെ അല്ലാഹു അക്ബർ, നേരെ നോക്കാം, പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഓർ കീപ് സൈലന്റ്. വജ്ജഹത്ത് ഓതേണ്ട സ്ഥലമാണ്. അപ്പോൾ അത് വായിക്കാം. മഹല്ല് കമ്മിറ്റിക്കാരും ശ്രദ്ധിക്കണം, കിട്ടുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല. നമ്മൾ ഇവിടുത്തെവരൊക്കെ നല്ല നാടാണ്. അള്ളാഹു ഈ നാടിന്റെ വെളിച്ചം ഖിയാമത്ത് നാൾ വരെ അള്ളാഹു താല നിർത്തി തരട്ടെ. എല്ലായിടത്തും അങ്ങനെയാണ്, പലയിടത്തും, ചില സ്ഥലങ്ങളിലൊക്കെ ഒക്കെ സ്റ്റിക്കർ കൊണ്ടാണ്. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യൻ അത്രയും കഥയില്ലാതായി പോയി അതിന്റെ അർത്ഥം. ഒക്കെ ഈ സ്റ്റിക്കർ ആര് നോക്കുന്നേ? കയ്യിൽ മൊബൈൽ ഇല്ലാത്തവൻ നോക്കും, മൊബൈൽ ഉള്ളവൻ നോക്കുവോ? അവൻ പള്ളിക്ക് കയറുമ്പോൾ മൊബൈൽ പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ നോക്കിയോണ്ടല്ലേ പള്ളിന്റെ ഉള്ളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മൊബൈൽ സൈലന്റ് ഒക്കെ മറന്നുപോയി. എന്താ കാരണം? എഴുത്ത് പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൻക്ക് ആ എഴുത്ത് നോക്കാൻ നേരം കിട്ടിയില്ല. ഓൻ അകത്തേക്ക് ചെല്ലുമ്പോഴും ഗൂഗിൾ പേ അയച്ചു കൊടുത്തിട്ടാ പോയത്, അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു, ഫോൺ പേന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോയെ. ഗിറുങ്ങെന്ന് ഒച്ച വന്നു. ഗിറുങ്ങുന്നു എന്താ വെച്ച? പൈസ വന്നപ്പോ ഗൂഗിൾ പേന്റെ. അപ്പൊ അതും നോക്കിട്ടാ പോയത്. ആ പോയത് കൊണ്ട് തന്നെ ഇവൻ ഇത് വായിക്കണത് മറന്നുപോയി, വിട്ടുപോയി. എന്നിട്ട് പള്ളിയില് സുബ്ഹാന ജല്ല ജലാലു, പള്ളിയില് ജമാഅത്ത് ഇങ്ങനെ നടക്കുമ്പോ ഇവന്റെ മൊബൈലിൽ റിംഗ് ടൂൺ വരികയാണ്, സിനിമന്റെ പാട്ടാണ്. എന്തോ റാഹത്തുണ്ടാവും നിസ്കാരത്തിന്. പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ശല്യം ഉണ്ടാക്കരുത്. ആ ഉണ്ടാക്കണ വിധത്തിൽ ഉറക്കെ ഖുർആൻ പോലും ഓതരുത് എന്നല്ലേ ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇവന്റെ മൊബൈൽ ഒരു സിനിമന്റെ പാട്ട്. അല്ല ചങ്ങാതി, അതൊക്കെ ഒന്ന് സൈലന്റ് വെച്ചിട്ട് ഒന്ന് പോയിക്കൂടായിരുന്നു? എന്നിട്ട് സലാം വീട്ടിയ ഉടനെ എല്ലാവരും മൂക്ക് മുസുണ്ടി ഇങ്ങനെ നോക്കാം, ഓനാരും. ഞാനിത് വെറുതെ പറയല്ല, ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ.
ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കണില്ല. ഞാൻ എൻ്റെ വാദം ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതിനാ പറയുന്നത്, ഇതൊന്നും തലയിൽ, കുട്ടികളെ തലയിൽ വല്ലാതെ കയറാതിരിക്കാനാ പറയുന്നത്. മക്കൾക്ക് നല്ല ഇൽമു കൊടുക്കണം. എൻ്റെ വിഷയം ഇപ്പം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കണില്ല. നല്ല ഇൽമു കൊടുക്കണം. മക്കൾക്ക് ഏറ്റവും അനിവാര്യമാണ് അറിവ്. ഇൽമു വളരെ പ്രധാനമാണ്. ഭൗതികമായ വിദ്യാഭ്യാസം എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. പഴയ കാലം പോലെയല്ല, 2 ഇൽമും കൊടുക്കണം. ദർസുകൾ നമ്മുടെ നാടുകളിൽ സജീവമാകണം. സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. സ്ഥാപനങ്ങൾ മാത്രം പോരാ, പള്ളി ദർസുകൾ നമ്മുടെ നാടുകളിൽ എപ്പോഴും സജീവമാകണം. എന്നാൽ ആ കുട്ടികളൊക്കെ ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കുന്നതോടെ മതപരമായ വിദ്യാഭ്യാസം പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചില രക്ഷിതാക്കൾ പറയും, എന്താ പറയണത്, ഭൗതിക വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്ക് നേടുന്നതിന് മദ്രസയിലെ പഠനം തടസ്സമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ രക്ഷിതാക്കളുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്തവണ SSLCയുടെ റിസൾട്ട് പുറത്തു വന്നത് ഒരു പോസ്റ്റർ കണ്ടു. വല്ലാത്ത അത്ഭുതപ്പെട്ടു പോയി. ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കളാണ്. ആ ഖുർആൻ കാണാതെ പഠിക്കുന്ന മക്കള് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്നു, ഒപ്പം ഖുർആൻ കാണാതെ പഠിക്കുന്നു. SSLCയിലൊക്കെ ഫുള്ള് ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയതാണ്. ചോദിക്കട്ടെ, ആ കുട്ടികൾക്ക് SSLCയിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങുന്നതിന് അവരുടെ ഖുർആൻ കാണാതെ ഉള്ള പഠിത്തം അവർക്ക് തടസ്സമായില്ലല്ലോ. ഖുർആൻ കാണാതെ പഠിക്കുക എന്നത് അവരുടെ SSLCയിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങുന്നതിന് തടസ്സമായില്ലല്ലോ. രക്ഷിതാക്കളെ, അതൊക്കെ ഒരു മുടന്ത ന്യായമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹല്ലുകളിൽ ദർസുകൾ സജീവമാക്കണം. നമ്മുടെ കുട്ടികളെ നല്ല നല്ല ദർസുകളിലോട്ട് പറഞ്ഞയക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, സോഷ്യൽ മീഡിയകളിൽ എന്തെങ്കിലും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഖുർആൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു വാർത്തയുമായി ആരെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജോ എന്തെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ, ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അതെ, നിങ്ങൾ വ്യക്തമായ തെളിവുകൾ അറിയാതെ അതിന്റെ പിന്നാലെ വിവരമില്ലാതെ പോകരുത്. കാരണം നിങ്ങൾ അതിന്റെ പിന്നാലെ പോയാൽ പിന്നീട് നിങ്ങൾ ആ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ഖേദിക്കേണ്ടി വരും കേട്ടോ. ഒരുപാട് ഖേദിക്കേണ്ടി വരും കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ വികാരങ്ങളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന് ഒന്ന് പിറകോട്ട് വന്നോ. ഉള്ള സമയമോ ആഖിറത്തേക്ക് വല്ലതും സമ്പാദിക്കാൻ നോക്കിക്കോ. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ്ദാ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. നമ്മളിപ്പോൾ അവിടെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു, നമ്മളെ പള്ളിയുടെ, എനിക്ക് തോന്നുന്ന ഈ പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവാണ്. ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അതൊക്കെ പൂർത്തിയായാൽ അൽഹംദുലില്ലാ അവിടെ കാണുന്ന വിധത്തിൽ നമുക്ക് ഈ പള്ളികളെ എത്തിക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിനെ സഹായിച്ചവരെ മുഴുവനും അല്ലാഹുവേ നീ സഹായിക്കണേ. പള്ളികളെ നന്നായി സഹായിക്കണം. ചില മനുഷ്യന്മാരുണ്ട്, ഓരോട് വേറെ എന്തിനും ചോദിച്ചാലും തരൂല, പള്ളിക്ക് ചോദിച്ചാൽ മേൻ തരും. അങ്ങനെയുള്ള ആളുകളുണ്ട്, എത്രയോ ആളുകൾ. പള്ളിക്ക് കൊടുത്താൽ ഒന്നും കുറയില്ല. കാരണം അതിൻ്റെ ഒക്കെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയല്ലേ. അതാണ് പള്ളിക്ക് കൊടുത്താൽ അങ്ങനെയാണ്, അതൊക്കെ കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് പള്ളി. കാരണം സുജൂദ് ചെയ്യണം, അള്ളാഹുവിന്റെ ഭവനല്ലേ. അള്ളാഹുവിന്റെ പള്ളിയുമായി കൂടുന്നവർക്ക് അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അത് ആണാണോ പെണ്ണാണോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഹദീസിൽ അങ്ങനെയാണല്ലോ ഉള്ളത്. പക്ഷെ ഒരു ദിവസം കാണാണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ ആളെ കാണുന്നില്ലല്ലോ? അപ്പൊ പറഞ്ഞു, കൂടെ ഉള്ളവർ ഒരു വഫാത്തായി എന്ന്. എന്തേ എന്നെ അറിയിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ മിണ്ടണില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ആ പള്ളി അടിച്ചു വാരിയിരുന്ന ആൾ, എവിടെയാണ് അയാളെ ഖബർ എവിടെയാണെന്നൊന്ന് കാണിച്ചു തരൂന്ന്. അപ്പൊ ഖബർ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ അരികത്ത് ചെന്ന് അവിടുന്ന് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു,
എൻ്റെ ജനാസ നിസ്കാരം കൊണ്ട്, ഞാൻ നിസ്കരിക്കണ ജനാസ നിസ്കാരം കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ശിക്ഷയിൽ നിന്ന് സലാമത്തുണ്ടാകും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നിസ്കരിക്കലുകൊണ്ട് ഏത് മയ്യിത്തിനാണോ ജനാസ നിസ്കരിച്ചത് ആ മയ്യിത്തിന് അദാബിൽ നിന്ന് സലാമത്തുണ്ടാകും എന്ന് പറഞ്ഞു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.